നമുക്ക് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഫുഡ് മാത്രമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും രസം. ഫുഡ് മാത്രമല്ല നമുക്ക് സന്തോഷം തരുന്നത്, ചില ആഘോഷങ്ങളും വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. ഇപ്പോൾ നിങ്ങൾ ഹെഡിങ് കണ്ടിട്ടുണ്ടാവും. ഇന്ന് മകരച്ചൊവ്വയുടെ കുറച്ച് കാര്യങ്ങളും കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനും ഈ ഒരു മകരച്ചൊവ്വ എന്നുള്ള ആഘോഷത്തെ പറ്റി കേട്ടേക്കുന്നത് ഓഫ്കോഴ്സ് കല്യാണം കഴിഞ്ഞത് പിന്നെയാണ്. അപ്പം കല്യാണം കഴിച്ച് വന്നേക്കുന്നത് ഞാൻ ചില വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ചെറുപ്പശ്ശേരിയാണ്. ഇവിടെ അടുത്തൊരു ദേവീക്ഷേത്രത്തിൽ ഈ ഒരു മകരച്ചൊവ്വ എന്ന് പറഞ്ഞ ദിവസം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒന്നാണ്. മകരച്ചൊവ്വ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞും വായിച്ചറിഞ്ഞും ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ മകരച്ചൊവ്വ എന്നത് മകരമാസത്തിലെ, മലയാള മാസം മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ്. എല്ലാ മലയാള മാസങ്ങളിലും ചൊവ്വാഴ്ചകൾ വരുന്നുണ്ട്. അതിനെയൊക്കെ 30 ചൊവ്വാഴ്ച എന്ന് പറയും. പക്ഷേ മകരമാസത്തിൽ വരുന്ന ഈ ഒരു 30 ചൊവ്വാഴ്ച മകര ചൊവ്വാഴ്ചയായിട്ട് കൊണ്ടാടുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. എല്ലാ 30 ചൊവ്വാഴ്ചകളും ചൊവ്വയുടെ ദേവൻ ശക്തി ആർജിക്കുന്ന ദിവസങ്ങളാണ്. അതിൽ തന്നെ മകരമാസത്തിലെ 30 ചൊവ്വാഴ്ച ചൊവ്വയുടെ ദേവൻ അതിശക്തി ആർജിക്കുന്ന ദിവസമാണ്. ഈ ഒരു ദിവസം ചൊവ്വയുടെ അതിദേവതകളായിട്ടുള്ള സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയിലും ഭക്തിപൂർവ്വം ആരാധിക്കുന്നതും കടുംപായസമൊക്കെ വഴിപാടൊക്കെ കഴിക്കുന്നതും വളരെ ഐശ്വര്യപ്രദമാണെന്നാണ് ഒരു വിശ്വാസം. ശ്രീ പാർവതി ദേവിയുടെ വളരെ ഭയാനകരമായിട്ടുള്ള ഒരു ദേവീ രൂപമാണ് ഭദ്രകാളി. ഇപ്പോൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. തലയോട്ടികൾ കൊണ്ടുള്ള മാലയും കൈകൾ കോർത്തുണ്ടാക്കിയ അരപ്പട്ടയും ഒരു കയ്യിൽ രക്തം വാർന്നൊലിക്കുന്ന തലയും നാക്കൊക്കെ പുറത്തേക്ക് നീട്ടി വളരെ ഭയം തോന്നുന്ന ഒരു രൂപമാണ് ഭദ്രകാളി ദേവി. ഭയപ്പെടുത്തുന്ന ഈ ഒരു ദേവീ രൂപത്തെ നമ്മൾ ഭക്തിപൂർവ്വവും വിശ്വാസപൂർവ്വവും ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭയത്തെ അത് ഇല്ലാതാക്കും എന്നതാണ് ഇതിൻ്റെ പിന്നിലെ ഒരു തത്വം എന്ന് പറയുന്നത്. ആരെങ്കിലും ഈ ഒരു ഭദ്രകാളിയാണെന്ന് പറഞ്ഞാൽ വിഷമിക്കണ്ട കേട്ടോ. ഭദ്രകാളിയുടെ മീനിങ് കാലത്തെ ഭദ്രമാക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഇവിടെ അടുത്തുള്ള പുത്തനാനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നുണ്ട്. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് പരിപാടികളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. എന്നാലും കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. എന്നെക്കൊണ്ട് സാധിക്കുന്ന പോലെ കുറച്ച് ഒരുപാടൊന്നും എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കില്ല. എന്നാലും എനിക്ക് സാധിക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ നാടൊക്കെ മിസ് ചെയ്യുന്നവർക്ക് എന്തായാലും ഇത് കാണുന്നത് ഒരു സന്തോഷമായിരിക്കും വിചാരിക്കുന്നു. അടുത്ത വർഷം കൊറോണയൊക്കെ മാറി നമ്മുടെ നാടൊക്കെ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുമ്പോൾ എന്തായാലും വിപുലമായ രീതിയിൽ മകരച്ചൊവ്വയൊക്കെ ഇവിടെ ആഘോഷിക്കുന്നുണ്ടാവും. കുറേ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് എനിക്ക് പറ്റിയ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് ഈ ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്ക് പോവാം. കടലിലേക്കും നല്ല പോലെ പോണതേ. നമ്മളിന്ന് മകരച്ചൊവ്വയ്ക്കല്ലേ പോണേ, പുത്തനാനിക്കല്ലേ? നാളെയോ നമ്മൾ ഇന്നലെ പോണേ. ഇപ്പഴേ പോയാലല്ലേ ലൈറ്റൊക്കെ കാണാൻ പറ്റുള്ളൂ. മിന്നാമിന്നി പോലെ ലൈറ്റൊക്കെ കാണാൻ പറ്റുള്ളൂ.
ഇവിടെ കുറേ വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഒരു തരം ജിലേബി അല്ലേ ഇത്? ജിലേബി അല്ലേ? പൂരപ്പറമ്പിൽ ഈ ഭാഗത്തൊക്കെ കിട്ടുന്ന ജിലേബിയാണ് കേട്ടോ. മധുരമാണ്. ആ ചേട്ടനെടുത്തു. വേണ്ട വേണ്ട മധുര. ഷുഗർ. ആ പൊരി മേടിച്ചു, ഒരു പാക്കറ്റ് മേടിച്ചു. ഇവിടെ പൂരപ്പറമ്പിലൊക്കെ മെയിൻ ഐറ്റമാണ് കേട്ടോ ഈ പൊരി. നമ്മുടെ ആ ഒരു ഭാഗത്തൊക്കെ മലര ഉണ്ടാവാം, മലര്. ഇവിടെയാണ് പൊരി കേട്ടോ. ഇതുപോലെ ചോക്ലേറ്റ് നിറച്ചിട്ടുണ്ടാവും കേട്ടോ പൊരിയൊക്കെ. കുറേ ഉണ്ട്, ഇത് മാത്രമുണ്ട്, കുറേ കടകളുണ്ട്. വെറൈറ്റി ആയിട്ട് ഈ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ഇവിടെ പല ടൈപ്പ് മധുരസേവയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വൈറ്റ് കളറ്, ഇതാ യെല്ലോ കളറ്, പിന്നെ ഇതാ ഈ കളറ്. ഇത് നമ്മുടെ ആ ഭാഗത്തേക്ക് ഈ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് വന്നപ്പോൾ 3 കണ്ടു. അതിപ്പോൾ 1 കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ കമ്മലുകൾ മാത്രം വിൽക്കുന്ന ഒരു കച്ചവടക്കാരുടെ അടുത്ത് വന്നേക്കാണ്. ഒരുപാട് വെറൈറ്റി കമ്മലുകളുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ജുംകാസ് ഉണ്ട്, റിങ്ങുകളുണ്ട്, ഹാങ്ങിങ്സ് ഒരുപാടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാത്തിനും ഒരു റീസണബിൾ റേറ്റ് തന്നെയാണ് കേട്ടോ. ഫാൻസി കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന ടൈപ്പ് കുറച്ച് കമ്മലുകൾക്കൊക്കെ ഇവിടെ നല്ല റേറ്റ് കുറവുണ്ട്. എന്നാൽ ചില കമ്മലുകൾക്ക് നമ്മൾ ആ ഒരു ഫാൻസി കടയിൽ നിന്ന് മേടിക്കുന്ന അധികം റേറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ വല്ലപ്പോഴൊക്കെ ഇല്ലേ ഇങ്ങനത്തെ കമ്മലുകളൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ. അപ്പം അതിനൊക്കെ ഇത് ധാരാളമാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഒരുപാട് കളർഫുൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗ്ലാസ് ഒക്കെ ഒരുപാടുണ്ട്. കമ്മലൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കാതിരിക്കാതെ പോകാൻ പറ്റില്ല. അത്രയും ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫാൻസി കടയിൽ കാണുന്നതിനെക്കാട്ടിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം എന്തായാലും ഞാൻ ഇവിടുന്ന് 2 കമ്മൽ മേടിക്കുന്നുണ്ട്. ഇനി വേറൊരു കട അപ്പുറത്തുണ്ട്, അതിൽ നമുക്ക് പോകാം. ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും പ്ലാസ്റ്റർ പാരസിൽ ഉണ്ടാക്കിയിരുന്ന കുറേ ദേവന്മാരുടെ ഒക്കെ കുറെ രൂപങ്ങൾ കാണാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പ്ലാസ്റ്റർ പാരസ് BDS പഠിച്ച ആരും മറക്കില്ല. നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള സംഭവമാണ് പ്ലാസ്റ്റർ പാരസ്. ഇപ്പുറത്തേക്ക് വരുമ്പോ കുറെ പാമ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് പാമ്പിന്റെ രൂപത്തിലെ കുറെ കളിപ്പാട്ടങ്ങളൊക്കെ. പിന്നെ അവിടെ തുണിക്കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ചെറിയ കുട്ടികൾക്കുള്ള ബസ്സുകളൊക്കെ. ഇതൊക്കെ ഞാൻ ഇവിടെ ആയിട്ടാ കണ്ടിട്ടുള്ളൂ, കളിപ്പാട്ടങ്ങള്. നല്ല ഭംഗിയുണ്ട്. ഇതാണ് അടുത്ത കമ്മലിന്റെ സെക്ഷനിൽ നമ്മള്. ഇവിടെ കുറെ സ്റ്റഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഹാങ്ങിങ്സും ഉണ്ട്, സ്റ്റഡുകളും ഉണ്ട്. മേലെ കുറച്ച് മാലയൊക്കെ
അതാ ഇതിൽ ഈ ബ്ലാക്ക് ഹരിയറിന് നല്ല ഇഷ്ടമായി. എന്തായാലും ഞാനൊരു ബ്ലാക്ക് എടുക്കുന്നുണ്ട്. വേറെ ഗോൾഡൻ കളറ്, കോപ്പർ കളറ്, സിൽവർ കളറൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ആണോ? ഇവിടേക്ക് വരുമ്പോൾ ഫുള്ള് ബോയ്സിനുള്ള കുറേ ഐറ്റംസിൻ്റെ ഒരു ചെറിയൊരു കടയായിരുന്നു കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. പല കളറിലുള്ള പല ഷേപ്പിലുള്ള മുത്തുകളൊക്കെ ഉള്ള മാലകൾ, അതിൽ നല്ല ഭംഗിയുള്ള ലോക്കറ്റുകളൊക്കെ ആയിട്ട്, പിന്നെ കുറേ ബാൻഡുകൾ, റബ്ബറിൻ്റെ ബാൻഡുകൾ, കീ ചെയിനുകൾ, നല്ല ക്യൂട്ടായിട്ടുള്ള പാവക്കുട്ടിയുടെ കീ ചെയിനുകൾ, കുറേ സാധനങ്ങളുണ്ട്. ഇടിവള, അങ്ങനെ ബോയ്സിൻ്റെ ഐറ്റംസാണ് മെയിനായിട്ടും. പിന്നെ കുറേ റിങ്സുകളൊക്കെ ഉണ്ട്.
എനിക്ക് മോതിരം കാണുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് നമ്മൾ പണ്ട് ചിരട്ട മോതിരം പേരൊക്കെ എഴുതിച്ചിട്ട് ലവേഴ്സിൻ്റെ പേരൊക്കെ എഴുതിച്ചിട്ട് മേടിക്കില്ലേ, അങ്ങനത്തെ മോതിരവും പിന്നെ പാമ്പിൻ്റെ ഷേപ്പിലുള്ള മോതിരം, അതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് ഓർമ്മ വരുന്നത്. മുന്നേ അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഇതാ കണ്ടോ കുറേ മോതിരങ്ങൾ. എന്തായാലും ഞാനൊന്നും മേടിക്കുന്നില്ല, കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ഐറ്റം ഷോപ്പ് നിറയെ കുപ്പികളാണ് കേട്ടോ. പല ഡിസൈനുള്ള നല്ല ഷെയ്ഡുകളൊക്കെയുള്ള നല്ല ഭംഗിയുള്ള കുപ്പികളാണ്. മഴഞ്ഞു പോലെ തോന്നുന്നത് കുറേ കളറുള്ള കുപ്പികളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചടങ്ങ് കൊടുത്തേക്ക് ഇവിടെ എത്തുമ്പോൾ ഒരു ചടങ്ങാണ് കേട്ടോ. ചൂട്ടുകളൊക്കെ കത്തിച്ചിട്ട് ദേവിയെ എത്തുന്ന എന്തോ ചടങ്ങാണ്. ചെണ്ടമേളൊക്കെ ഉണ്ട്. കുറേ കുട്ടികളും ആൾക്കാരൊക്കെ ചൂട്ടൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അല്ലേ ഒരു സന്തോഷം. പൂരൊക്കെ കഴിഞ്ഞ് വരുമ്പോ പീപ്പി ഊതണില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ മേടിച്ച കമ്മലുകൾ. എല്ലാത്തിനും ഒരു 40-50 റേഞ്ചുകളൊക്കെ ഉള്ളൂ. ഇതിന് 40 രൂപയാണ് കേട്ടോ. നല്ല ഭംഗി തോന്നി എനിക്ക്. തെയ്യത്തിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് തോന്നി. 40 രൂപ. അതിൻ്റെ ബാക്കിലേക്ക് ഇല്ല, അത് ഹാഫ് ജിമിക്കാണ്. കണ്ടപ്പോൾ നല്ല രസം തോന്നി. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ.